ABC അലന ബിലു ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ മധുര മേഖലയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തേനി ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പാലിറ്റിയുമാണ് കമ്പം. ആ കമ്പത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറു പട്ടണമാണ് കുമളി. കുമളി എന്ന പദത്തിനർത്ഥം ആപ്പിൾ എന്നാണ്. പ്രശസ്ത പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയും പ്രശസ്തമായ മംഗളാദേവി ക്ഷേത്രവും പെരിയാർ കടുവ സംരക്ഷിത പ്രദേശവും കുമളിയുടെ സമീപമാണ്. കൊല്ലം മധുര ദേശീയപാത 183 നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയുടെ സൂചനാ ബോർഡാണ് ഈ കാണുന്നത്. കുമളിയിൽ നിന്നുള്ള ഈ ചുരമിറങ്ങി വേണം കമ്പത്തിലേക്ക് പോകാൻ. അതിമനോഹരങ്ങളായ കാഴ്ചകളാണ് ഈ ചുരം ഇറങ്ങുമ്പോൾ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഭൂപ്രകൃതി കൊണ്ട് വളരെയധികം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് കേരളവും തമിഴ്നാടും തമ്മിൽ. പച്ചപ്പാർന്ന തേയിലത്തോട്ടവും കാഴ്ചകളും ജനനിബിഡമായ പട്ടണവും പിന്നിട്ട് ഇപ്പോൾ വരണ്ട പ്രദേശത്ത് എത്തിയതുപോലെയാണ്. കേരളത്തിൽ നിന്നും അനേകം യാത്രക്കാർ തമിഴ്നാട്ടിലേക്ക് പോകുവാൻ ഈ വഴി ഉപയോഗിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ജലം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടായ മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്നും ഈ പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏറെക്കാലമായി കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കവിഷയമായിരിക്കുകയാണ്. ഡാമിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും 142 ഉയർത്തണമെന്നും തമിഴ്നാടും, എന്നാൽ ആ നടപടി ഡാമിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരളം ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും അനേകം ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. മധുരയിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കം പ്രധാനമായും ഈ റോഡ് വഴിയാണ് നടക്കുന്നത്. ചുരമിറങ്ങി വന്നപ്പോൾ കാണുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന കാഴ്ചയാണ്. ഏതോ ഒരു വിശിഷ്ട വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതായിരിക്കും. അന്ത്യസംസ്കാരത്തിനായി മൃതദേഹം കൊണ്ടുപോയതാണ്. വഴി നിറയെ പൂക്കൾ വിതറിയിരിക്കുന്നു. അടുത്തത് ഒരു മനോഹരമായ കാഴ്ചയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങയുടെ വിൽപ്പനശാലയാണിത്. വിവിധങ്ങളായ ആകൃതിയിലും നിറത്തിലും രുചികളിലുമുള്ള മാങ്ങകളെ ഇവിടെ കാണാം. ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാങ്ങ. ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്നതും ഇന്ത്യയിലാണ്. വ്യത്യസ്ത സ്വഭാവത്തോടും ഗുണത്തോടും കൂടിയ 1000-ലേറെ മാവുജാതികൾ ഇന്ത്യയിൽ മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. നീലം മാങ്ങ, സേലം മാങ്ങ, സിന്ദൂരം മാങ്ങ, പേരയ്ക്ക മാങ്ങ, കപ്പ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ തുടങ്ങിയവയും മാങ്ങകളിൽ പ്രസിദ്ധമായ കിങ് അൽഫോൺസ് അടക്കമുള്ള അനേകം നാട്ടുമാങ്ങകൾ ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. അതിവിശാലമായ ദേശീയപാതയാണിത്. ഇരുവശങ്ങളിലുമായി ധാരാളം കൃഷിയിടങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ കറുത്ത മുന്തിരി, കരിമ്പ്, നിലക്കടല, പൈനാപ്പിൾ, കടുക്, പേരയ്ക്ക, സപ്പോട്ട, വാഴ എന്നിവ ധാരാളമായി കൃഷി ചെയ്യുന്നു. ധാരാളം മാന്തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മനോഹരമായ പൂന്തോട്ടമാണിത്. വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൃഷി നടത്തുകയാണ് ഇവിടെ. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും നിശ്ചിത അളവിൽ കൊടുക്കുന്ന വെള്ളം മാത്രം ആശ്രയിച്ചാണ് തമിഴ്നാട്ടിൽ ഇത്രയും കൃഷി ചെയ്യുന്നത് എന്ന് ഓർക്കണം. അവരുടെ അധ്വാനശീലത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. ഈ വഴികളിലൂടെയാണ് കേരളത്തിൻ്റെ കൊമ്പനായ അരിക്കൊമ്പൻ അരസിക്കൊമ്പനായപ്പോൾ ഓടി നടന്നത്. തമിഴ്നാട്ടിലെ മധുര മേഖലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തേനി ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പാലിറ്റിയുമാണ് ഈ കമ്പം. ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും പക്ഷിമൃഗാദികളോട് സ്നേഹം പുലർത്തുന്നവരാണ്.
കമ്പത്തിലെ കൃഷിസ്ഥലവും മുന്തിരിത്തോപ്പുകളും പിന്നിട്ട് 10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് പ്രശസ്തമായ സുരുളി വെള്ളച്ചാട്ടം. നമ്മുടെ വാഹനം ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തതിന് ശേഷം സുരുളി വെള്ളച്ചാട്ടം കാണുവാനായി പോവുകയാണ്. ഇരുവശങ്ങളിലുമായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനായി അനേകം പലതരത്തിലുള്ള കടകളുണ്ട്. പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുടെ സ്വന്തം ശൈലിയിൽ ഉണ്ടാക്കുന്നു. ഇതാണ് സുരുളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടം. അവധി ദിവസം സുരുളി വെള്ളച്ചാട്ടം കാണുവാനും കുളിക്കുവാനുമായി വന്നിട്ടുള്ള അനേകം ആൾക്കാരെ കാണാം. ഇവിടെയുള്ള ചില കൗതുകകരമായ കാഴ്ചകൾ കാണാം. പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വക ബസ്സിലാണ് അങ്ങോട്ട് പോകേണ്ടത്. പ്രവേശന ഫീസും ബസ്സിൻ്റെ ടിക്കറ്റുമായി നമ്മൾ അകത്തേക്ക് കടന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ബസ്സാണിത്. അവധി ദിവസമായതിനാൽ ബസ്സിൽ വലിയ തിരക്കായിരുന്നു. സുരുളി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കാണുവാനായി ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിന് വേണ്ടി നമ്മൾ അവിടെ കാത്തുനിന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതിൻ്റെ ബാക്കി ഭാഗമായി വീണ്ടും കാണാം.